നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ കേരള കണക്റ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ കനത്തു പെയ്യുന്ന ഈ മഴക്കാലം നമ്മുടെ പ്രകൃതിക്ക് കുളിർമയേകുന്ന ഒന്നാണെങ്കിലും ആരോഗ്യകരമായി ഒരുപാട് ആശങ്കകളുടെ കാലമാണ്. ചെറിയ പനിയിൽ തുടങ്ങി നമുക്ക് മരണം വരെ സംഭവിച്ചേക്കാവുന്ന തരത്തിലുള്ള ആരോഗ്യസ്ഥിതിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരുപാട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ മഴക്കാലം. ഇന്നത്തെ നമ്മുടെ കേരള കണക്ട് ചർച്ച ചെയ്യുന്നത് മഴക്കാലവും പകർച്ചവ്യാധികളും എന്ന വിഷയമാണ്. നമുക്കൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കുവാനായുള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഡോക്ടർ ദിവ്യ കെ ആണ്. വെൽക്കം മാഡം. മാഡം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മഴക്കാലമാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് പത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് മരണം വരെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പനി മൂലം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും കാണുന്ന പകർച്ചവ്യാധികൾ ഏതൊക്കെയാണ് ഈ ഒരു മഴക്കാലത്ത്? ഓക്കെ, മഴക്കാലം രുദ്ര പറഞ്ഞതുപോലെ ആശ്വാസത്തിൻ്റെ സമയമാണെങ്കിലും മഴക്കാലത്തിൻ്റെ കൂടെ നമ്മുടെ ആരോഗ്യപരമായി നോക്കുമ്പോൾ പലതരത്തിലുള്ള ആശങ്കകൾ, കാരണം പല രോഗാണുക്കളും പകർന്നു പിടിക്കുന്ന ഒരു സമയവും കൂടിയാണ് മഴക്കാലം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ആ ഒരു താപനില കുറയുന്നതനുസരിച്ച് രോഗാണുക്കൾ പെരുകുന്നത് കാരണം രോഗവ്യാപനം കൂടുതലായി കാണുന്നു. ഈ പകർച്ചവ്യാധികളെ തന്നെ പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് കൊതുക് മൂലമുണ്ടാകുന്നത്. കൊതുക് മൂലമുണ്ടാകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ മുതലായ രോഗങ്ങളാണ്. രണ്ടാമത്തത് നമ്മുടെ മലിനമായുള്ള ജലവും ഭക്ഷണവും വഴി പടരുന്ന വയറിളക്ക രോഗങ്ങൾ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, ഷിഗല്ല മുതലായവ. പിന്നെ മറ്റ് ഉള്ളവ എന്ന് പറയുന്നതിനകത്താണ് നമ്മുടെ ജലദോഷപ്പനി, വൈറൽ ഫീവർ, പിന്നെ കുറേ ഇൻഫ്ലുവൻസ പോലുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എലിപ്പനിയും. ഇതെല്ലാമാണ് പ്രധാനമായും കാണുന്ന മഴക്കാല പകർച്ചവ്യാധികൾ. ഡോക്ടർ ഈ പറഞ്ഞ പകർച്ചവ്യാധികൾ, ഒട്ടേറെ പനികളുടെ പേരുകൾ, പലതരത്തിലുള്ള പകർച്ചവ്യാധി പനികളുടെ പേരുകൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു പനി വരുമ്പോൾ നമുക്ക് എന്ത് ലക്ഷണം കാണുമ്പോഴാണ് ഇതൊരു പകർച്ചവ്യാധി പനി, അത്തരത്തിലുള്ള ഒരു പനിയാണ്, അല്ല ഇത് വൈറൽ പനി അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഏതൊരു സാഹചര്യത്തിലായിരിക്കും? ഈ പറഞ്ഞ അസുഖങ്ങളുടെ എല്ലാം ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് ഒരു പനി തന്നെയായിരിക്കും. അപ്പോൾ സാധാരണ നമുക്കറിയാം, പനി വരും, ചൂട് വരും, നമുക്കൊരു ദേഹം വേദന, ശരീരാസ്വാസ്ഥ്യം, ക്ഷീണം, ഇതെല്ലാം വരും. പക്ഷേ നമ്മളൊരു 2 ദിവസം 24 മുതൽ 48 മണിക്കൂർ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കൂടെ അതിശക്തമായിട്ടുള്ള തലവേദന, ഛർദിൽ, അതിശക്തമായ വയറുവേദന, അതല്ലാതെ എന്തെങ്കിലും ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻ, നമ്മുടെ രക്തസ്രാവം പോലെ മൂക്കിൽ നിന്നോ മോണയിൽ നിന്നോ, അല്ലെങ്കിൽ തൊലിപ്പുറത്ത് എന്തെങ്കിലും ചുവന്ന പാടുകൾ, അല്ലെങ്കിൽ വയറിളക്കം, മലത്തിലൂടെ രക്തം പോകുന്നു, ഇതിൽ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ നമ്മളിപ്പോൾ പകർച്ചവ്യാധികളിൽ പെട്ടെന്ന് നമുക്ക് പുതിയ ഒരു പേരായിട്ട് വന്നതാണ് ഷിഗല്ല. ഇപ്പോൾ ഷിഗല്ല ഒരുപാട് കൂടുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും അതൊരു ആശങ്കയാണ്. അപ്പോൾ ഈ ഷിഗല്ല എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു അവസ്ഥ എന്താണ്? മറ്റ് വയറിളക്ക രോഗങ്ങളിൽ നിന്നും ഈ ഷിഗല്ലയുടെ വ്യത്യാസം എന്താണ്? ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന, അത് ദഹന വ്യവസ്ഥ, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗല്ല രോഗത്തിൻ്റെ പ്രത്യേകത, അതായത് ഷിഗല്ലോസിസ് എന്നാണ് അതിൻ്റെ അണുബാധയുടെ പേര്. അതിൻ്റെ പ്രത്യേകത വളരെ ചെറിയ അളവിൽ ബാക്ടീരിയ മൂലം തന്നെയും നമ്മുടെ ശരീരത്തിൽ അതൊരു അസുഖമായി ഉണ്ടാക്കാം. അപ്പം നമുക്കൊരു തിളപ്പിച്ചാറിയ അല്ലാതെ വെള്ളം, മലിനമായ ജലം നമ്മുടെ അകത്ത് പോകുന്നു. ചിലപ്പം ഒരു കല്യാണ വീടുകളിൽ വിളമ്പുന്ന ജ്യൂസിലായിരിക്കാം, വെൽക്കം ഡ്രിങ്കിലായിരിക്കാം. അപ്പം അത് പെട്ടെന്ന് പടർന്നു പിടിക്കുകയും ഒത്തിരി പേരിലേക്ക്, അതായത് നേരിട്ടുള്ള സമ്പർക്കം വഴി വീടുകളിൽ തന്നെയുള്ള കുടുംബാംഗങ്ങളിലോട്ട് അത് പെട്ടെന്ന് പടർന്നു പിടിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊരു ഗുരുതരാവസ്ഥയിലോട്ടും ഒരു എപ്പിഡമിക് എന്നുള്ള രീതിയിലേക്കും എത്തുന്നത്. ഓക്കെ മാം, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എവിടെന്നാ വിളിക്കുന്നത്? ഓക്കെ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മകന് വേണ്ടിയാണ്. ഓൾറെഡി ഇപ്പോൾ മഴ നനഞ്ഞായിരുന്നു, പക്ഷെ പനി ഉണ്ടായിരുന്നു. 2-3 ദിവസം കൊണ്ട് പനി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി മുതൽ ചെറിയ ലൂസ് മോഷനും ഒക്കെ ഉണ്ട്. ഈ ഷിഗല്ലയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമാണോ? ഡോക്ടറെ കാണിച്ചത് പാരസെറ്റമോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു ദിവസം കൊണ്ട്. ഓക്കെ, വയറുവേദന എടുത്താണോ വയറിളക്കം ഉള്ളത്? എത്ര ദിവസമായി? വയറുവേദനയില്ല? ഇല്ല, 3 ദിവസമായി. ഇന്നത്തെ 3 ദിവസമായി. ഓക്കെ, രാത്രി തൊട്ട് ലൂസ് മോഷൻ ഉണ്ട്. ഇന്ന് രാവിലെ 3.5 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, മലത്തിലൂടെ കഫവോ രക്തമോ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ? അല്ല, ഒന്നുമില്ല. ദിവസമായിട്ട് വെള്ളം പോലെ. ഓക്കെ, സാധാരണ ഷിഗല്ല രോഗം അസാധാരണ വയറിളക്കം പോലെയും
വരാറുണ്ട്, പക്ഷെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അതൊരു സങ്കീർണതയിലേക്ക് പോകുമ്പോഴാണ് ചിലപ്പോൾ രക്തം അതിസാരം പോലുള്ള ലക്ഷണങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതൊരു ഷിഗല്ല ആണോ അല്ലയോ എന്നുള്ളതെല്ലാം ഒരു ഡോക്ടർക്ക് മാത്രമേ അതൊരു കൺഫേം ചെയ്ത് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും അടുത്തുള്ള ഒരു ഡോക്ടറെ കാണാം. മലം ടെസ്റ്റ് ചെയ്താണ് നമ്മൾ അതിനെ നിർണ്ണയിക്കുന്നത്, രോഗനിർണ്ണയം ഷിഗല്ലയാണ് എന്നുള്ളത്. സാധാരണ വൈറൽ പനിക്കും വയറിളക്കം വരാറുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ വയറിളക്ക രോഗങ്ങൾ കൂടുതലാണ്. പിന്നെ ഈ വോമിറ്റിംഗ് വരുമോ? അതെ, നമുക്ക് ദഹന വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ ഛർദിലും വരാം, വയറുവേദനയും വരാം, വയറിളക്കവും വരാം. ശരി, ഓക്കെ. സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കേരള കണക്റ്റിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഈ പറഞ്ഞ പോലെ പലർക്കും ഷിഗല്ലയിലുള്ള സംശയങ്ങൾ ഒട്ടനവധിയാണ്. അപ്പോൾ ചെറിയ തരത്തിലുള്ളൊരു ബാക്ടീരിയ ഉള്ളിൽ ചെന്നാൽ പോലും ഷിഗല്ല വരും എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ജ്യൂസിൽ ഷിഗല്ലയുടെ സാന്നിധ്യം കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നമ്മൾ ഷിഗല്ല എങ്ങനെയൊക്കെ നമുക്ക് ഷിഗല്ല പകർന്ന് കിട്ടാം? അതായത് ഈ ജ്യൂസ് ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങളിലൂടെ മാത്രമാണോ? എങ്ങനെയൊക്കെ ഈ ഷിഗല്ല വ്യാപനം എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ എന്തൊക്കെയായിരിക്കും ഈ പറഞ്ഞ പോലെ മറ്റ് പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഷിഗല്ല എന്ന് പറയുന്നത് ദഹന വ്യവസ്ഥയെ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ആയതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നത് വഴിയും അതുപോലെ ഈ മലിനജലം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് വരുന്നത്. അപ്പം ജലം, നമ്മൾ കുടിക്കുന്ന ജലം നന്നായി തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മൾ പഴവും പച്ചക്കറി ഇതെല്ലാം നന്നായി കഴുകുകയും നന്നായി പാകം ചെയ്യുക, ഇറച്ചി, മീൻ, മുട്ട ഇവയെല്ലാം നന്നായി പാകം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഷിഗല്ല രോഗം വരുന്നത് നമുക്ക് തടയാൻ കഴിയും. അപ്പം പ്രത്യേകിച്ച് ഈ മഴക്കാലത്തുള്ള ഈ ജ്യൂസ്, ഐസ്ക്രീം ഇതുപോലുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക, പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ രോഗികളുമായുള്ള സമ്പർക്കവും നമ്മൾ ലിമിറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക. നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഫുഡ്, അതായത് നമ്മുടെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് വിലക്കി അവർക്കൊരു ഐസൊലേഷൻ കൊടുക്കുക. നമ്മുടെ അത് എത്രത്തോളം പ്രധാനമാണ് ഇത്തരത്തിലുള്ളൊരു ഐസൊലേഷൻ? ഇപ്പോൾ വീട്ടിലൊരാൾക്ക് വരികയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക്, മറ്റു കുടുംബാംഗങ്ങളിലേക്ക് അത് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് കുടുംബാംഗങ്ങൾ സ്വീകരിക്കേണ്ടത്? അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള എങ്ങനെയൊക്കെയാണ് അതിനെ നമുക്ക് എങ്ങനെ നമുക്ക് ആ ഒരു രോഗം മറ്റുള്ളവരിലേക്ക് എത്താതെ, നമുക്ക് ബാത്റൂമിൽ കൂടെ വരെ പകർന്നു വരും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ. അപ്പോൾ അതൊക്കെ എത്രത്തോളം നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും? തീർച്ചയായിട്ടും കാരണം നമുക്ക് ബാത്റൂം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വഴിയും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത് വഴിയും ഡയറക്റ്റായിട്ടൊരു സമ്പർക്കം വരുന്നത് വഴി നമുക്ക് ഷിഗല്ല രോഗം പെട്ടെന്ന് പടർന്നു പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു, കുറച്ച് അളവിലുള്ള ബാക്ടീരിയ തന്നെ രോഗമുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയും വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത് പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വീടുകളിലുള്ളവരാണെങ്കിൽ പോലും സോപ്പിട്ട്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷവും വെളിയിൽ പോയിട്ട് വന്നതിന് ശേഷവും കൈയും കാലും നന്നായി സോപ്പിട്ട് കഴുകുക. അത് സാധാരണ സോപ്പിട്ട് കഴുകിയാൽ പോരാ, 20 സെക്കൻഡോളം കൈ ഉരച്ച് തന്നെ കഴുകണം. നമ്മുടെ പഴയ കോവിഡ് കാലത്തെ ആ ഒരു രീതിയിലേക്ക് മടങ്ങി. അതെ, അത് കോവിഡ് കാലത്ത് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. അതെപ്പോഴും നമ്മൾ എല്ലാ അസുഖത്തെയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു കാര്യമാണ് കൈ കഴുകുക എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ ഈ കുട്ടികളിൽ ഷിഗല്ല വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ഗുരുതരമാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എത്രത്തോളം ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്? അതല്ല ഈ കുട്ടികൾക്ക് പെട്ടെന്നൊരു നിർജ്ജലീകരണം അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താണ് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുക? വീട്ടിലുള്ളവർക്ക് എങ്ങനെയാണ് അതൊന്ന് കെയർ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ വയറിളക്ക രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയും അതുപോലെ പ്രായമായ മറ്റ് ഗുരുതരാവസ്ഥകളുള്ളവരെ, നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള അഡൽട്സിനെയാണ് ഇത് ബാധിക്കുക. അപ്പം ഈ വയറിളക്ക രോഗങ്ങൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ക്ഷീണം വരിക. അപ്പം ഒരു മുതിർന്ന ഒരാൾക്ക് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ 2 ഒരു കഞ്ഞിവെള്ളമെങ്കിലും കുടിക്കണം എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം വരുന്നു എന്നുള്ളത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും പറയാനായിട്ടും മുതിർന്നവർക്ക് കഴിയും. എന്നാൽ കുഞ്ഞു കുട്ടികൾക്ക് അത് അത്രയും മനസ്സിലാവണമെന്നില്ല. അവർ ഒരു പനി വന്നാലോ വയറുവേദനയോ വയറിളക്കോ വരുമ്പോൾ അവർ പിന്നെ അങ്ങ് ക്ഷീണം കൊണ്ടങ്ങ് കിടന്നു, അവർ പറയണം എന്നില്ല, അവരത് എക്സ്പ്രസ് ചെയ്യണം എന്നില്ല, എനിക്ക് ഈ വയറുവേദനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി വയറിളകി പോയി എന്ന് ചിലപ്പോൾ കുട്ടികൾ പറയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഈ ഒരു ലക്ഷണങ്ങളുണ്ടെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ, വീട്ടിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവർക്ക് കൃത്യമായിട്ട് ഈ നിർജ്ജലീകരണം, നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ തന്നെ കട്ടിയുള്ള ആഹാരം കഴിച്ചില്ലെങ്കിലും വെള്ളവും നമ്മൾ പറയുന്ന ORS ലായനിയും മാക്സിമം കൊടുക്കുക. എത്രയും വേഗം ഒരു വൈദ്യസഹായം തേടുക.
ഡോക്ടർ, അതുപോലെ നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് എന്ത് അസുഖത്തിനും സ്വന്തമായി ആദ്യം ഒന്ന് ചികിത്സിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പനി വരുമ്പോഴും നമ്മൾ പലപ്പോഴും പോയി പാരസെറ്റമോൾ വാങ്ങി കഴിക്കുക, അതൊക്കെയാണ് നോർമലി ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചികിത്സ തേടിയിട്ട് ഇത്തരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് പിന്നീട് നമ്മുടെ തുടർ ചികിത്സയെ എത്രത്തോളം അഫക്റ്റ് ചെയ്യും? അത് ഈ പറഞ്ഞ പകർച്ചവ്യാധികളുടെ കുറേ പേരുകൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അസുഖങ്ങളുടെ എല്ലാം ചികിത്സാ രീതി വെവ്വേറെയാണ്. അപ്പം കൃത്യമായി ഒരു ഡോക്ടർക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് അസുഖമാണ് ഉള്ളത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഈ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ആണ് നമ്മൾ ഈ പറയുന്ന, നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പണ്ട് പനി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഡോക്ടർ എഴുതി തരുന്ന കുറിപ്പടി വെച്ച് നമ്മൾ കഴിക്കുക എന്നൊക്കെ പറയുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ പെയിൻ കില്ലേഴ്സ് കാണാം, ചിലപ്പോൾ പാരസെറ്റമോൾ കാണാം. അപ്പം ചില പെയിൻ കില്ലേഴ്സ് എല്ലാം നമുക്ക് ഈ ഡെങ്കിപ്പനിയൊക്കെ ഉള്ളവർക്ക് കഴിക്കുമ്പോൾ ബ്ലീഡിങ്ങിനുള്ള സാധ്യതകളും അത് കൂടുതൽ, അതായത് കോംപ്ലിക്കേറ്റഡ് ഡെങ്കി, സങ്കീർണതകളിലേക്ക് പോകുന്ന ഡെങ്കി എന്നുള്ള അവസ്ഥയിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം വേറെ ലക്ഷണങ്ങളൊന്നുമില്ല, ചെറിയൊരു ജലദോഷപ്പനി മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. പക്ഷേ അതിൽ കൂടുതൽ പനി വരികയോ അല്ല മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും അപകടമായ വേറെ വയറുവേദന, ഛർദ്ദിൽ, വയറിളക്കം, രക്തം മലത്തിലൂടെ പോകുന്നു, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്നവർ ഉടനെ തന്നെ ഒരു വൈദ്യസഹായം തേടുക. നിങ്ങൾ ദയവ് ചെയ്ത്, പ്രത്യേകിച്ച് ഈ പറയുന്ന മഴക്കാലം ആയതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള പനികൾ വളരെ സാധാരണമാണ്. കൂടുതൽ സങ്കീർണതകളിലോട്ട് പോവാതിരിക്കാൻ ആദ്യം തന്നെ ചികിത്സ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ തേടുക. ഡോക്ടർ, നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സ്വയം ചികിത്സയിലേക്ക് പോകുന്നതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു ഇത്തരത്തിൽ എന്തെങ്കിലും പനി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന അല്ലെങ്കിൽ സുരക്ഷിതമായി ചെയ്യാവുന്ന എന്തൊക്കെ മുൻകരുതലുകൾ, അതൊരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ സുരക്ഷിതമായി എന്തൊക്കെ ചെയ്യാൻ കഴിയും? മുൻകരുതലുകൾ പനി വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ പനിയുടെ തീർച്ചയായിട്ടും നമ്മൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. റെസ്റ്റ് എടുക്കുക, പനിയുണ്ട്, ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള മരുന്നുകൾ എടുക്കുക. രോഗലക്ഷണങ്ങൾ കൂടുന്നുണ്ടോ, അതായത് തലവേദന, സാധാരണ പനിയുടെ കൂടെ വരുന്ന തലവേദന നമുക്കെല്ലാം അറിയാം. അതല്ലാതെ അതിശക്തമായ തലവേദന, ഛർദ്ദിൽ, വയറിളക്കം, വയറുവേദന, ദേഹത്ത് ഏതെങ്കിലും ചുവന്ന പാടുകളോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ മോണയിൽ നിന്നോ രക്തസ്രാവം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അതൊരു സാധാരണ പനിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 24 മുതൽ 48 മണിക്കൂറിൽ കൂടുതൽ നിൽക്കുന്ന പനിയും സാധാരണ പനിയല്ല എന്ന് മനസ്സിലാക്കുക. ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തേടുക. അതോടൊപ്പം തന്നെ വയറിളക്ക രോഗങ്ങളൊക്കെ ആണെങ്കിലും ORS ലായനി പോലുള്ള വെള്ളവും ഒക്കെ കുടിക്കാം. പക്ഷേ പനി നിൽക്കുന്നു, സിംറ്റംസ്, ബാക്കി ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണണം. സ്വയം ചികിത്സിക്കാൻ നിൽക്കുകയും ചെയ്യരുത്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞത് മറ്റൊരു ഗുരുതരമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പകർച്ചവ്യാധിയിൽ വരുന്നതാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ശക്തമായ പനിയായിരിക്കും. അതിശക്തമായ പനിയും നല്ല സന്ധിവേദനകളും, അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, കണ്ണിൻ്റെ ബാക്ക് വശത്ത്, കണ്ണിൻ്റെ പുറകിലായിട്ട് നല്ല വേദന, ഛർദ്ദിൽ, വയറിളക്കം, ഒട്ടും വിശപ്പില്ലായ്മ, ഇതെല്ലാം വരാം. ഓക്കെ, പക്ഷേ ഒരു ഡെങ്കി അതിൻ്റെ സങ്കീർണതകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും രക്തസ്രാവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ, അപ്പോൾ മോണയിൽ നിന്നോ വായിൽ നിന്നോ ബാക്കിയുള്ള മലം കറുത്ത നിറത്തിൽ പോവുക, മൂത്രത്തിന് നിറവ്യത്യാസം, ഇതുപോലുള്ള അല്ലെങ്കിൽ തൊലിപ്പുറത്ത് എന്തെങ്കിലും പാടുകൾ, ഇതെല്ലാം സങ്കീർണതകളിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഡെങ്കിപ്പനികളുടെ. ആ ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു അപകട സൂചനകളായിട്ട് കാണേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും അല്ലേ ഡോക്ടർ? ഈ ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേകത, അതൊരു ബൈഫേസിക് ഫീവറാണ്. അതായത് ആദ്യത്തെ 2, 3, 4 ദിവസം വരെ അതിശക്തമായിട്ടുള്ള പനിയായിരിക്കും, ഒരു ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും. നമ്മളൊരു ടെമ്പറേച്ചർ 100, 101 അതിൽ കൂടുതലുള്ള ടെമ്പറേച്ചറാണ് പറയുന്നത്. ആ സമയത്ത് ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റ് അളവ് കുറയണമെന്നില്ല. പനി കുറഞ്ഞ് കഴിയുമ്പോഴായിരിക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പനി വരികയൊക്കെ ചെയ്യുമ്പോഴാണ് സങ്കീർണതകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ 2 ദിവസം കഴിഞ്ഞ് പനി കുറഞ്ഞെങ്കിലും ഈ ക്ഷീണം നിൽക്കുകയോ അല്ലെങ്കിൽ ബാക്കി ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണണമെന്ന് പറയുന്നതും കൃത്യമായ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറയുന്നത്. ഡോക്ടർ, ഈ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ ഈ സന്ധിവേദന അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻ്റ് ഫുള്ളി ഓവർകം ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും? ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ആ ഒരു ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയുന്ന 1 മുതൽ 2 ആഴ്ച വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ അത്
ഓവർകം ചെയ്യും സാധാരണഗതിയിൽ. അതൊരു കോംപ്ലിക്കേറ്റഡ് ഡെങ്കി ഒന്നും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2, 3, 4 ദിവസം വരെ അതിശക്തമായ പനി വന്നതിന് ശേഷം ബാക്കി ബ്ലഡ് കൗണ്ട്, ബാക്കി ഒരു ക്ഷീണം ചിലപ്പോൾ നമുക്ക് നിലനിൽക്കാം. ആ സമയത്ത് ബ്ലഡ് കൗണ്ട്സ് നോക്കുക. കൗണ്ട്സും ബെറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 ദിവസവും കൂടെ, മാക്സിമം 2 വീക്സിനുള്ളിൽ തന്നെ അത് ഓവർകം ചെയ്യും. പക്ഷേ ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾക്കാണ് ഈ സന്ധിവേദനകൾ ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ വരെ നീണ്ടു നിൽക്കുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് രേഖ എന്നാണ്. ഓക്കെ, എവിടെന്നാ വിളിക്കുന്നത്? ശാസ്തമംഗലം. ഓക്കെ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഓക്കെ, ഹലോ. പറഞ്ഞോളൂ. ഡോക്ടർ, ഇപ്പൊ മഴക്കാലത്ത് കുഞ്ഞിനൊരു കോൾഡോ തൊണ്ടവേദനയോ ഒരു മൈൽഡ് ഫീവറോ വന്നാൽ ഉടനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇപ്പൊ പലതരം പകർച്ചവ്യാധികളുള്ള സമയമാണല്ലോ, അതുകൊണ്ടൊരു ഭയം, അതുകൊണ്ട് ചോദിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പലതരത്തിലുണ്ട്. ഓരോന്നിൻ്റെയും ചികിത്സയും വെവ്വേറെയാണ്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള പകർച്ചവ്യാധിയാണ്, ഏത് തരത്തിലുള്ള പനിയാണ് എന്നറിയാനായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ബ്ലഡ് ടെസ്റ്റ് തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഒരു 3rd ഡേ കഴിഞ്ഞിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതിയോ അതോ ആദ്യത്തെ ദിവസം തന്നെ പോണോ എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 24 മണിക്കൂറിനുള്ളിൽ കുട്ടിക്ക് മറ്റുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, വയറുവേദനയോ ഛർദിലോ വയറിളക്കമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണണം. പനി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ജലദോഷം മാത്രമേ ഉള്ളെങ്കിൽ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അത് ഒരു കുട്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ടേ നമുക്ക് പറയാൻ പറ്റും. കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ പാല് കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ പാല് കുടിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതുണ്ട്. അല്ല, ഇപ്പൊ റെഗുലർലി നമുക്കൊരു വൈറൽ ഫീവർ വന്നാൽ ഒരു 5 ഡേയ്സ് പോണമല്ലോ തനിയെ. അല്ല, അത് വൈറൽ ഫീവർ ആണോ അല്ലയോ എന്നുള്ള രോഗനിർണയത്തിനാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഒരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത്. കാരണം എല്ലാ പനികളും വൈറൽ ഫീവറുകളല്ല, പലതരം ബാക്ടീരിയകൾ മൂലം ഉണ്ടാകുന്ന പനികളും ഉണ്ട്. ഇതിനെല്ലാം ഒരു ബ്ലഡ് ടെസ്റ്റ് വഴിയേ നമുക്കത്, ബ്ലഡ് ടെസ്റ്റും ബാക്കിയുള്ള ലക്ഷണങ്ങളും വെച്ച് മാത്രമേ നമുക്കത് ഏത് തരത്തിലുള്ള പനിയാണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. മാം, നമ്മൾ ഡെങ്കിപ്പനിയെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഡെങ്കിപ്പനി ഒരു തവണ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് എന്നാണല്ലോ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ വീണ്ടും വരുന്ന സമയത്തിൽ ഈ ഡെങ്കിപ്പനി കൂടുതൽ ഗുരുതരമാകാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ രണ്ടാമത് വരാതിരിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്, അതുപോലെ സാധ്യത രണ്ടാമത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം അതിനെ നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ടതുണ്ട്? ഡെങ്കിപ്പനി ആദ്യത്തേതാണെങ്കിലും രണ്ടാമത്തേതാണെങ്കിലും മൂന്നാമത്തേതാണെങ്കിലും സീരിയസ് ആയിട്ട് തന്നെ കാണണം. പക്ഷേ ഡെങ്കിപ്പനി ഒരു പ്രാവശ്യം വന്നിട്ടുള്ളവരിൽ 2-3 പ്രാവശ്യം വരാറുണ്ട്. പക്ഷേ അത് സങ്കീർണതകൾ കൂടുതലായി കണ്ടുവരാറുണ്ട്. നമ്മൾ ആദ്യം ചിലപ്പോൾ ഒരു സാധാരണ വൈറൽ പനി പോലെ ആയിരിക്കും ഡെങ്കി വന്ന് പോയിട്ടുണ്ടാവുക. രണ്ടാമത് ഒന്നുകൂടി വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് സങ്കീർണതകളിലായിട്ട് പെട്ടെന്ന് പോകുന്നത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ 2, 3, 4 ദിവസം പനിച്ചിട്ട് പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നു എന്നുള്ള അവസ്ഥ മാറി ആദ്യത്തെ 2ാമത്തെയോ 3ാമത്തെയോ ദിവസത്തിൽ തന്നെ ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാം, സങ്കീർണതകളിലേക്ക് പോകാം. അതായത് മറ്റുള്ള അവയവങ്ങൾ, പ്രധാനപ്പെട്ട കിഡ്നി, ലിവർ, ഹാർട്ട്, ഇതിനെയൊക്കെ ബാധിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഡെങ്കിപ്പനി ഒരു പ്രാവശ്യം വന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും രണ്ടാമത് പനിയുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ കാണേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ നമ്മുടെ കുടിവെള്ളത്തിലൂടെ പകരുന്ന പകർച്ചവ്യാധികളുണ്ടല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള ഈ ടൈഫോയിഡ് പോലുള്ള രോഗങ്ങൾ, അപ്പോൾ ഇത് പടർന്ന് പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമ്മൾ വെള്ളം കുടിക്കുന്നത്, അതൊക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധ പുലർത്തണം? എല്ലാവരും ചൂടാക്കിയ വെള്ളം കുടിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ നമ്മൾ ശാസ്ത്രീയമായി അതെങ്ങനെയാണ് നമ്മൾ സുരക്ഷിതമായി ഉപയോഗിക്കേണ്ടത്? ഓക്കെ, അത് ഒരു പരിധി വരെ നമ്മുടെ ബാക്ടീരിയ, പലതരത്തിലുള്ള ബാക്ടീരിയ, വൈറസ്, ഇതിനെല്ലാം നമുക്ക് വെള്ളം തിളപ്പിക്കുന്നത് വരെ നശിപ്പിക്കാനായിട്ട് കഴിയും. ഈ വെള്ളം തിളപ്പിക്കുക എന്ന് പറയുന്നത് വെള്ളം തിളച്ച് വലിയ കുമിളകൾ വന്നിട്ട് 1 മിനിറ്റും കൂടെ തിളപ്പിക്കുന്നതിനെയാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചു എന്ന് പറയുന്നത്. അതല്ലാതെ ആവി വരുന്നത് വരെ എത്തിയിട്ട് വെള്ളം തിളച്ചു എന്ന് പറഞ്ഞ് ഉപയോഗിക്കരുത്. നല്ല കുമിളകൾ വന്ന് നമ്മൾ വെട്ടിത്തിളച്ചതിന് ശേഷം 1 മിനിറ്റും കൂടെ തിളപ്പിക്കണം. അപ്പോഴാണ് കംപ്ലീറ്റ് ബോയിൽഡ് വാട്ടർ ആവുന്നത്. എന്നിട്ട് വെള്ളം തിളപ്പിച്ചത് മാത്രം പോരാ, വെള്ളം സൂക്ഷിച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും ശുചിത്വമുള്ളതായിരിക്കണം, മൂടി വെച്ച് വേണം ഉപയോഗിക്കാനും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കൈകളും നമ്മുടെ വ്യക്തി ശുചിത്വം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കൈ കഴുകാനും മറക്കരുത്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഒരു വാട്സപ്പിൽ ഒരു സംശയം ഒരു പ്രേക്ഷക ചോദിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്നും ഗീതയാണ് ചോദിച്ചിട്ടുള്ളത്. ഗർഭിണികൾ ഈ മഴക്കാലത്തുള്ള ഈ പകർച്ചവ്യാധികൾ വരാതെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പൊതുവായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഗർഭിണികളിൽ പ്രത്യേകിച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻസ് കണ്ടുവരാറുണ്ട്. സാധാരണ ഉള്ള വൈറൽ പനികളും എല്ലാം ആദ്യത്തെ 3 മാസം വരുന്നത് കുഞ്ഞിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗർഭിണികൾ മഴക്കാല രോഗങ്ങളിൽ വരാതിരിക്കാനായിട്ടുള്ള ഈ പറഞ്ഞ വ്യക്തി ശുചിത്വം പാലിക്കുക, കൊതുക് കടിക്കാതിരിക്കാനുള്ള മാക്സിമം ജനലുകളും വാതിലുകളും മൊസ്കിറ്റോ നെറ്റ് വെച്ച് അടച്ചിടുക. അതുപോലെ തന്നെ മൊസ്കിറ്റോ റിപ്പലൻസ് ഉപയോഗിക്കുന്നതിലും തെറ്റില്ല. അതുപോലെ ദേഹം മുഴുവൻ കവർ ചെയ്യുന്ന ഡ്രസ്സ്, ഇപ്പം കൊതുക് കടി ഏൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. അതുപോലെ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളവും ഭക്ഷണവും അതുപോലെ തന്നെ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള, അത് നമ്മൾ ചെറു ചൂടോടുകൂടി തന്നെ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള മലിനജലം ഉള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാതിരിക്കുകയും വെളിയിൽ ഇറങ്ങാതിരിക്കുകയൊക്കെ ശ്രദ്ധിക്കുക. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പുറത്തു നിന്നുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പകർച്ചവ്യാധികൾ ചിലപ്പോൾ കുട്ടികൾക്ക് വരുന്നതിന് കാരണം പോലും അങ്ങനെയൊക്കെ ആകാം എന്നുള്ളതാണല്ലോ. നമ്മൾ ഈ മഴക്കാലത്ത് പുറത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്നതിലൊക്കെ എത്രത്തോളം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്? ഈ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഷിഗല്ലയൊക്കെ ആണെങ്കിൽ മലിനജലം ഒരു തുള്ളി വീണാലും മതി, ചിലപ്പോൾ തെറിച്ച് വീഴുന്നതൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മൂടി വെച്ച് ഉപയോഗിക്കുന്ന ഭക്ഷണവും അതെല്ലാം പ്രാക്ടിക്കലി ചിലപ്പോൾ പല വെളിയിൽ നിന്ന് വാങ്ങുന്നതിൽ പോസിബിൾ ആവണമെന്നില്ല. അപ്പോഴാണ് നമുക്ക് ഈ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഭക്ഷണം നമ്മൾ വീട്ടിലുള്ളവരുണ്ടാക്കുമ്പോൾ നമ്മൾ അടച്ചു വെച്ച് ഉപയോഗിക്കും. തിളപ്പിക്കുന്ന വെള്ളം ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കാൻ കഴിയും. പഴവും പച്ചക്കറികളും എല്ലാം കഴുകി തന്നെ ശുദ്ധീകരിച്ച് തന്നെ ഉപയോഗിക്കാനും കഴിയും. പിന്നെ വീട്ടിലുള്ളവരിൽ തന്നെ അസുഖമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ അവരെ ഭക്ഷണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഭക്ഷണവുമായിട്ടുള്ള സമ്പർക്കം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ വെളിയിൽ അത് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, അതുപോലെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പനികളിൽ അല്ലെങ്കിൽ ഒരു വില്ലൻ എന്ന് പറയുന്നതാണല്ലോ എലിപ്പനി. അപ്പോൾ എലിപ്പനി ഇപ്പോൾ നമുക്ക് മഴയത്ത് ഒരുപാട് നമുക്ക് പകർന്നു വരാനുള്ള സാധ്യതയും കൂടുതലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എലിപ്പനിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്ന ഘട്ടം എപ്പോഴാണ്, എന്തൊക്കെയാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്? എലിപ്പനി എന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ടിൽ എലിയുടെ മൂത്രം അത് വെള്ളവുമായിട്ട് മിശ്രിതമായിട്ട് ആ വെള്ളത്തിൽ നമുക്കൊരു സമ്പർക്കം, ഡയറക്റ്റ് ആയിട്ടുള്ള സമ്പർക്കമായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ മുറിവുകളോ വ്രണങ്ങളോ ഉണ്ടെങ്കിൽ അതുവഴി നമ്മുടെ തൊലിപ്പുറം വഴി പടരാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വായ, കണ്ണ്, അതുപോലെ മ്യൂക്കസ് മെംബ്രെയിൻ വഴി വരാം. അതല്ല അറിയാതെ നമ്മളതിൽ കുളിച്ചു പോകുന്നു, നമ്മളറിയാതെ കുടിച്ചു പോകുന്നു ആ വെള്ളം. ഇതൊക്കെ വഴിയാണ് എലിപ്പനി നമ്മുടെ ഉണ്ടാക്കുന്ന രോഗമാണ് നമ്മുടെ ശരീരത്തിനകത്ത് വരുന്നത്. അപ്പം അതിലും ശക്തമായ പനി, തലവേദന, വയറിളക്കം, ഛർദിൽ, വയറുവേദന, കണ്ണിൽ ഒരു വെള്ളപ്പാടിൽ നമുക്ക് ചുവന്ന നിറത്തിൽ, അതായത് കൺജങ്ക്റ്റീവൽ സഫ്യൂഷൻ അല്ലെങ്കിൽ കഞ്ചഷൻ എന്ന് നമ്മൾ പറയും. പിന്നെ പേശികളിലെ വേദന, കാലുകളിലെ പേശികളിലെ വേദനയൊക്കെയാണ് സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. പക്ഷേ നമുക്കിപ്പം മറ്റ് രോഗങ്ങളുള്ള അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കരൾ രോഗം നേരത്തെ ഉള്ളവർക്ക്, വൃക്ക സംബന്ധമായ നേരത്തെ അസുഖമുള്ളവർക്കൊക്കെ ഈ എലിപ്പനി വളരെ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും വീൽ സിൻഡ്രോം എന്ന് പറഞ്ഞ് നമ്മുടെ കരളിനെയും വൃക്കകളെയുമാണ് ബാധിക്കുക. അപ്പം കരളിനെ ബാധിക്കുമ്പോൾ നമുക്കൊരു മഞ്ഞനോവ്, മഞ്ഞപ്പിത്തമായിട്ട് വരാം. വൃക്കകളെ ബാധിക്കുമ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയുകയും അമിതമായ ക്ഷീണവും പറഞ്ഞ പോലെ മരണം വരെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ആദ്യമേ പനി തുടങ്ങുന്ന സമയത്തെ നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ ഒരു ഡോക്ടർക്ക് അറിയാൻ കഴിയും എലിപ്പനിയുടെ. അപ്പം എലിപ്പനിയുടെ രോഗനിർണയം നടത്തി അതിന് പ്രത്യേകിച്ചുള്ള ആൻറ്റിബയോട്ടിക്സ് അവൈലബിൾ ആണ്. ആ മരുന്നുകൾ എടുക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ആ സങ്കീർണതകളെ ഒഴിവാക്കാനായിട്ട് കഴിയും. നമുക്ക് സ്വന്തമായി അല്ലെങ്കിൽ ഇപ്പം ഒരു കുടുംബാംഗത്തിന് ഇത്തരത്തിലുള്ള ഒരു എലിപ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ നമുക്ക് ഒരു ലക്ഷണം വെച്ചിട്ട് ഒരു പെട്ടെന്നുള്ള പ്രാഥമിക ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ? അത് എലിപ്പനിയുടെ ലക്ഷണം സാധാരണ പനിയെക്കാട്ടിലും കൂടുതൽ വിറയലോടുകൂടിയുള്ള പനിയും, കണ്ണ് ചുവന്നിരിക്കുകയും പേശികൾക്കായിരിക്കും വേദന കൂടുതലും. അതായത് കാലിലെ ഉള്ളംകാലിലെ കണങ്കാലിലെ പേശികൾക്കായിരിക്കും കൂടുതൽ വേദനയുണ്ടാകുന്നത്. പിന്നെ ഇവരുടെ ഒരു ജോലി അല്ലെങ്കിൽ ഇവർ ഒരു വെള്ളക്കെട്ടുള്ള ഭാഗത്ത് ജോലി എടുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ മലിനജലവുമായിട്ട് നേരിട്ട് സമ്പർക്കമുള്ള ജോലിയിലുള്ളവരായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു ഹിസ്റ്ററി വെച്ചിട്ടാണ് നമ്മൾ ഡോക്ടർമാരത് നിർണ്ണയിക്കുന്നത്. കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഇതുപോലൊരു അതിശക്തമായ പനി വരുന്നു, വിറയലോടുകൂടിയുള്ള പനി, ഛർദിൽ, പേശിവേദനയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ മലിനജലവുമായിട്ടൊക്കെ നിരന്തരം സമ്പർക്കത്തിൽ ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് തൊഴിൽ ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ കർഷകരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളവർ എങ്ങനെയാണ് അവർ പ്രിക്കോഷൻ എടുക്കേണ്ടത്? എന്തായാലും അവർക്ക് ആ വെള്ളത്തിൽ അല്ലെങ്കിൽ ആ ഒരു മലിനജലത്തിൽ നിന്ന് ജോലി ചെയ്തേ മതിയാകൂ. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അവർ എടുക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ മലിനജലത്തിൽ നമ്മൾ
സമ്പർക്കം വരരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജോലി സംബന്ധമായി നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കാലിൽ വല്ലതും വ്രണവോ മുറിവോ ഉണ്ടെങ്കിൽ എന്തായാലും അത് ചെയ്യരുത്. കുറച്ച് സമയത്തേക്കെങ്കിലും ആ ജോലി ചെയ്യാതിരിക്കുക. 2, പ്രൊട്ടക്റ്റീവായിട്ടുള്ള കയ്യുറകളും കാലുറകളും പിന്നെ പ്രൊട്ടക്റ്റീവ് ഏപ്രൺസൊക്കെ അവൈലബിൾ ആണ്. ഇതുപോലുള്ള പ്രൊട്ടക്റ്റീവ് ഗ്ലൗസും അതുപോലെ സ്റ്റോക്കിങ്സൊക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ ആ ജോലി ചെയ്യാനായിട്ട് പോവേണ്ടത്. അതുപോലെ തന്നെ ഇപ്പം വെള്ളപ്പൊക്കം വരാം, വെള്ളപ്പൊക്കത്തിൽ ദുരിതാശ്വാസത്തെ ആ ഒരു സമയത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ പോകേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ചില ആൻറ്റിബയോട്ടിക്സ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും എന്നറിഞ്ഞതിന് ശേഷം നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള കീമോപ്രോഫിലാക്സിസിന് വേണ്ടിയിട്ടുള്ള മരുന്നും എടുക്കാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ 2 വീലറിൽ യാത്ര ചെയ്യുന്നവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എപ്പോഴും റോഡിൽ വെള്ളക്കെട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കാല് സ്വാഭാവികമായിട്ടും തറയിൽ കാല് കുത്തേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ് എലി ചത്തു കിടക്കുന്നതൊക്കെ പലപ്പോഴും വഴിവെക്കിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്തായാലും മലിനജലത്തിൽ നമ്മൾ ചവിട്ടേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് എങ്ങനെയാണ് അത് നമ്മൾ ശുചിത്വം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട്? തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ കൈകളും കാലുകളും സോപ്പിട്ട് നന്നായി കഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, ആദ്യത്തേത്. രണ്ടാമത്തേത് ഇതുപോലുള്ള മലിനജലത്തിൽ തൊട്ട് നമുക്കൊരു പനികളോ അതുപോലുള്ള ലക്ഷണങ്ങളോ 1 മുതൽ 30 ദിവസം വരെയാണ് നമ്മൾ പറയുന്നതെങ്കിലും ആദ്യത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പനിയെല്ലാം വരാം. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. അപ്പോൾ ഈ 2 ആഴ്ചയിൽ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ പോലെ എന്ത് ലക്ഷണങ്ങൾ കണ്ടാലും ഒരു ഡോക്ടറെ കാണുക. അതിനു മുമ്പ് എന്തായാലും കൈയും കാലും കഴുകുക, സോപ്പിട്ട് കഴുകുക എന്നുള്ളത് തന്നെയാണ് നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ റോഡിലെ വെള്ളക്കെട്ടോ എലി ചത്ത് കിടക്കുന്നതോ നമുക്ക് കളയാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിലുള്ളതിനെ സോപ്പിട്ട് കഴുകുക എന്നുള്ളത് മാത്രമേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ഡോക്ടർ, അതുപോലെ പലപ്പോഴും നമ്മുടെ വീടുകളിലെല്ലാം ഈ പെറ്റ്സ് ഉണ്ട്, അതായത് വളർത്തുമൃഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വളർത്തുമൃഗങ്ങളുള്ളവർ വീടുകളിൽ ഈ ഒരു മഴക്കാലത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കാരണം ഇത്തരത്തിലുള്ള പനികൾ ചിലപ്പോൾ ഈ പറഞ്ഞ വളർത്തുമൃഗങ്ങളിൽ നിന്നും നമ്മളിലേക്ക് എത്താനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എലിപ്പനി എന്ന് പറയുന്നത് എലിയിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും, വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ നിന്നും പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള വളർത്തുമൃഗങ്ങളെ അതുപോലെ തന്നെ പരിപാലിക്കുക, കൃത്യമായിട്ടുള്ള ശുചിത്വം അവർക്കും വേണം, വ്യക്തി ശുചിത്വവും വേണം. പിന്നെ അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളുള്ളവർക്ക് കൃത്യമായിട്ടുള്ള വാക്സിൻസും ബാക്കിയുള്ളതും കൂടി എടുക്കുക. ഓക്കെ ഡോക്ടർ, നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. മഴക്കാലവും പകർച്ചവ്യാധികളും എന്ന വിഷയമാണ് ഇന്നത്തെ കേരള കണക്റ്റിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ദിവ്യയാണ് നമുക്കൊപ്പോൾ ഉള്ളത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേരള കണക്റ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഴക്കാലവും പകർച്ചവ്യാധികളും എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ കെ ആണ്. നിങ്ങൾക്കും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഈ മഴക്കാലവും പകർച്ചവ്യാധികളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. കൂടാതെ വാട്സപ്പ് മുഖേനയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. മാഡം, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എലിപ്പനിയെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഈ എലിപ്പനിക്ക് നമ്മൾ ഒരു പ്രതിരോധം എന്ന വണ്ണം ഗുളികകൾ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാവരും നമ്മൾ എല്ലാ സാധാരണക്കാരും അത് വാങ്ങി കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? അതെല്ലാം റിസ്കിൽ നിൽക്കുന്ന ആൾക്കാരാണോ കഴിക്കേണ്ടത്? അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? എലിപ്പനി വരാതിരിക്കാനായി ഉള്ള കീമോപ്രോഫിലാക്സിസ് ആണ് നമ്മൾ ഡോക്സിസൈക്ലിൻ ഗുളികകളാണ് സാധാരണയായി നമ്മൾ കൊടുക്കാറുള്ളത്. അതും ഈ പറയുന്ന പോലെ മലിനജലവുമായിട്ട് സമ്പർക്കം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി, ഇപ്പം നമ്മുടെ ജോലി സംബന്ധമായി അതുമായിട്ട് സമ്പർക്കം വന്നേ പറ്റുള്ളൂ എന്നുള്ളവർക്കും, അതുപോലെ ഇപ്പോൾ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ നമ്മളൊരു ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്നവരും ഈ ഒരു ഗുളിക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാം. ആ ഗുളികകൾ തന്നെ ചിലർക്ക് മരുന്ന് ആയിരിക്കില്ല ഡോക്സിസൈക്ലിൻ ഞാൻ പറഞ്ഞെങ്കിലും അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളത് കഴിക്കാനുള്ളത്. കഴിക്കുന്നതിന് പ്രത്യേക വിധമുണ്ട്. അതെല്ലാം ഒരു പോകുന്നതിന് മുമ്പ് തന്നെ കീമോപ്രോഫിലാക്സിസ് എന്ന് പറയുന്നത് പ്രിവെൻഷനാണ്, അതായത് രോഗം വരുന്നതിന് മുമ്പ് രോഗം വരാതിരിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ആ ഒരു അതായത് അറ്റ് റിസ്കിലുള്ള ആൾക്കാർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗുളിക എങ്ങനെ കഴിക്കണമെന്ന് അറിഞ്ഞ് തന്നെ ചെയ്യുക. ഡോക്ടർ, അതുപോലെ തന്നെ ഫ്ലൂ വാക്സിനുകൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് ഫ്ലൂ വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ പനി വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ്? അങ്ങനെ ഫ്ലൂ വാക്സിൻസ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? മൺസൂൺ കാലം, നമ്മുടെ മഴക്കാലം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശ റെസ്പിറേറ്ററി
ഡിസീസസിൻ്റെയും ഒരു നല്ലൊരു സമയമാണ്. കാരണം പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന എല്ലാ അസുഖങ്ങളും, നമ്മുടെ ശ്വാസകോശ അസുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വായുവിലൂടെ പടരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ഫ്ലൂ പോലുള്ള ഇൻഫ്ലുവൻസ രോഗങ്ങളുടെയും ഒരു സീസണാണ് അത്. ഫ്ലൂ വാക്സിൻ വഴി നമുക്കത് തീർച്ചയായിട്ടും ആ സീസണലായിട്ടുള്ള ഫ്ലൂവിന് 1 വർഷത്തേക്കുള്ള വാക്സിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ വർഷവും നമ്മളത് എടുക്കേണ്ടി വരും. നമ്മൾ സാധാരണ എല്ലാവർക്കും എടുക്കാം, പക്ഷേ നമ്മളെപ്പോഴും ഹൈ റിസ്ക് ആയിട്ടുള്ള, ഇപ്പോൾ റെസ്പിറേറ്ററി നേരത്തെ പ്രശ്നങ്ങളുള്ള COPD ആസ്മ പോലുള്ള രോഗമുള്ളവരും അതുപോലെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഡയബറ്റിസ് പോലുള്ള രോഗമുള്ളവരും ഈ മരുന്ന് വാക്സിൻ എടുക്കേണ്ടതാണ്. കുട്ടികളും എടുക്കാറുണ്ടോ മാം? കുട്ടികൾക്കും എടുക്കാറുണ്ട്. കുട്ടികളിൽ ഈ ആസ്മ പോലുള്ള ശ്വാസകോശപരമായ അസുഖങ്ങളുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ നോർമൽ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു വാക്സിൻ വർഷത്തിലൊരിക്കലാണ്. ഒരു വർഷവും ഇത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ എടുക്കുന്നതായതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ വാക്സിനേഷൻ പ്രോഗ്രാമിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നാലും അറ്റ് റിസ്കിലുള്ളവർക്ക് നമ്മൾ ഓരോ വർഷവും എടുക്കാൻ തന്നെ പറയാറുണ്ട്. അത് സാധാരണക്കാരെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ ഈ റിസ്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ? സാധാരണക്കാരെടുക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, എടുക്കുന്നത് വാക്സിൻ മൂലം നമുക്ക് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് നന്നായി കുറയ്ക്കാൻ തന്നെയാണ് കഴിയുന്നത്. മാം, അതുപോലെ നമ്മൾ ഡെങ്കിപ്പനിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെങ്കിപ്പനി വരാതിരിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതിനേക്കാൾ നമ്മൾ ഈ ഒരു സമയത്ത് സംസാരിക്കുന്നത് എപ്പോഴും മുൻകരുതലുകളെ പറ്റിയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഡെങ്കിപ്പനിക്ക് ഉള്ള മുൻകരുതൽ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഡെങ്കിപ്പനി മാത്രമല്ല, മറ്റ് കൊതുകുജന്യ രോഗങ്ങളെല്ലാം. അതെ, കൊതുകുജന്യ രോഗങ്ങളായതുകൊണ്ട് തന്നെയും കൊതുക് വരാതെ അല്ലെങ്കിൽ കൊതുകിൻ്റെ ബ്രീഡിംഗ് ടൈമിൽ നമ്മൾ അതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ നമ്മുടെ പരിസര ശുചിത്വമാണ് നമ്മൾ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ ഇതിലെല്ലാം പ്രധാനമായിട്ടും വേണ്ടത്. പരിസര ശുചിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റും ചിരട്ടകളിലോ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളോ അല്ലെങ്കിൽ ചെടിച്ചട്ടി പൊട്ടിയത്, ചിലപ്പോൾ ടയറുകൾ, ഇതിലൊക്കെ മഴ വരുന്നു, വെള്ളം കെട്ടി നിൽക്കാൻ നമ്മൾ അറിയുക പോലും ഉണ്ടാവില്ല. അപ്പം നമ്മൾ പരിസരം ഒന്ന് ഓടിച്ചൊന്ന് നോക്കുക. അവിടെ എവിടെയെങ്കിലും ഇതുപോലെ ചിരട്ടയോ എന്തെങ്കിലും വെള്ളക്കെട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മറിച്ചിടുക. ഈ ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകിൻ്റെ ഒരു പ്രത്യേകത, അത് എപ്പോഴും കുറച്ചൊരു തണലുള്ള, കുറച്ച് ഇൻഡോറിലൊക്കെ ജീവിക്കാനാണ്. നമ്മുടെ അതായത് ഹ്യൂമൻസുമായിട്ട് കുറച്ച് അടുത്ത് തന്നെ ഇടപഴകി ജീവിക്കുന്നതിൽ താല്പര്യമുള്ളൊരു കൊതുകാണ്. അത് കൂടുതലും പകൽ സമയത്താണ് നമ്മളെ കടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നമ്മൾ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഡ്രസ്സും, ഫുൾ മൂടുന്ന തരത്തിലുള്ള ഡ്രസ്സും, പിന്നെ ജനാലകളും വാതിലുകളും മൊസ്കിറ്റോ നെറ്റ് വെച്ച് അടച്ച് തന്നെ കൂടുതൽ സമയവും ഇരിക്കാനും ശ്രമിക്കുക. ഡോക്ടർ, അതുപോലെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരുന്നു ഈ ഫ്ലൂ വാക്സിൻസ് കുറച്ച് റിസ്കിലുള്ളവർ എടുക്കണം എന്നുള്ളത് ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ നമ്മൾ ഈ വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ, പറഞ്ഞ പോലെ പ്രമേഹം ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ BP ഉള്ളവരാണ്, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ മഴക്കാലത്ത് അവർ എങ്ങനെയാണ് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്? ഈ ഡയബറ്റിസ്, കിഡ്നി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. അപ്പോൾ സാധാരണ ഈ പറയുന്ന ഒരു ഡെങ്കിപ്പനി സാധാരണ ഒരു അസുഖം ഇല്ലാത്തൊരാൾക്ക് വരുന്നത് പോലെ ആയിരിക്കില്ല ഈ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർക്ക് വരുന്നത്. അവർക്ക് പെട്ടെന്ന് സങ്കീർണതകളിലേക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ മുൻകരുതലുകൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന പൗരന്മാർക്കും, മുതിർന്ന ഇതുപോലെ ഗുരുതരമായ മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവർക്കും തീർച്ചയായിട്ടും എടുക്കണം. ഡോക്ടർ, നമുക്ക് വാട്സപ്പിൽ ഒരു പ്രേക്ഷകൻ പാലക്കാട് നിന്നും സതീശൻ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. മുതിർന്നവർ എന്തെല്ലാം കാര്യങ്ങൾ മഴക്കാലത്ത് ശ്രദ്ധിക്കണം, അതായത് പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ എന്തൊക്കെ മുതിർന്നവർ ശ്രദ്ധിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മുതിർന്നവരിൽ പ്രധാനമായിട്ടും ഹൃദ്രോഗങ്ങൾ കാണാം, ഷുഗർ, പറഞ്ഞ പോലെ ഡയബറ്റിസ് കാണാം, BP, കിഡ്നി പ്രശ്നങ്ങളുള്ളവർക്ക്. ഈ മഴക്കാല രോഗങ്ങളിൽ ഇപ്പം ഡെങ്കിപ്പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൃദ്രോഗമുള്ളവർക്ക് നമ്മൾ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയാനും സങ്കീർണതകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, നമ്മുടെ ഭക്ഷണവും വെള്ളവും ശുദ്ധമായിരിക്കണം. ഇതൊക്കെയാണ് മുൻകരുതലുകളെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ. മാഡം, നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ കുട്ടികളിലും മുതിർന്നവരിലുമാണല്ലോ, അവർക്കാണല്ലോ റിസ്ക് കൂടുതലായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ മഴക്കാലത്ത് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കാരണം ടോട്ടലി ഒരു തണുത്ത പശ്ചാത്തലമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രിക്കോഷൻ എടുക്കേണ്ടത്? നമ്മൾ ഈ അസുഖങ്ങളുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ
മരുന്നുകളൊന്നും മുടക്കരുതെന്നാണ്. ഇപ്പം സാധാരണ രീതിയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവരാണെന്നെങ്കിൽ അവർ ചിലപ്പോൾ ഇൻഹേലർ മെഡിസിൻസോ അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ഗുളികകളോ എടുക്കുന്നവരായിരിക്കാം. അപ്പോൾ പനിയുണ്ടെന്ന് പറഞ്ഞാൽ ആ മരുന്നുകൾ നിർത്തിവെക്കരുത്, ആ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യുക, ആ മരുന്നുകൾ തുടർച്ചയായി കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. മറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ, ഇൻഫ്ലുവൻസ പോലുള്ള വരാതിരിക്കാനായി കൃത്യമായ സമയത്ത് വാക്സിനുകൾ എടുക്കുക. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണ ആരോഗ്യമായി ഇരിക്കുക എന്നുള്ളതാണല്ലോ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം മഴക്കാലത്ത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആരോഗ്യപരമായി ഇരിക്കാനായിട്ട് എന്തൊക്കെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം? അതുപോലെ തന്നെ നമ്മൾ മുൻപ് ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു പുറത്തുനിന്നും ആഹാരം ഒഴിവാക്കേണ്ട അതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സുരക്ഷിതമായി വീടുകളിൽ ഭക്ഷണം കഴിക്കുന്നത് തന്നെ നമുക്ക് കുറച്ച് പ്രതിരോധശേഷി കൂട്ടേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ നമുക്ക് ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണ കാര്യത്തിൽ നമ്മൾ കഴിവതും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം, ഭക്ഷണം കഴിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. പുറത്തുനിന്ന് കഴിക്കരുതെന്നല്ല, പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിലും നന്നായി പാകം ചെയ്തിട്ടുള്ള ചൂടോടുകൂടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അത് പറഞ്ഞ പോലെ ഐസ്ക്രീം, തണുത്ത ജ്യൂസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം തിളപ്പിച്ചാറ്റിയ വെള്ളം ചെറു ചൂടോടുകൂടി തന്നെ കുടിക്കുക, അപ്പോൾ തന്നെ ഉണ്ടാകുന്ന ഭക്ഷണം ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കുക, മൂടി വെച്ച് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ പറഞ്ഞ ഭക്ഷണത്തിൽ പഴം, പച്ചക്കറി ഇതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയിരിക്കുന്നതാണോ എന്ന് ഉറപ്പ് വരുത്തുക. മുട്ട, ഇറച്ചി, മീൻ ഇതെല്ലാം നന്നായി പാകം ചെയ്യുകയും വേണം. ഈ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമല്ല, കൈകാര്യം ചെയ്യുന്ന കൈകളും കൂടെ ശുചിത്വമുള്ളതായിരിക്കണം, അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഈ ചിക്കൻ ഐറ്റംസ് ആണല്ലോ കൂടുതൽ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ കൂടുതൽ താല്പര്യം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ജങ്ക് ഫുഡ്സ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യം ഈ മഴക്കാലത്ത് കൂടുതലായിരിക്കും അല്ലേ? ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മയോനൈസിലൊക്കെ ചിലപ്പോൾ മുട്ട നന്നായി വേവിച്ചിട്ടുണ്ടോ, മുട്ട നന്നായി പാസ്ചറൈസ് ചെയ്താണോ ഉപയോഗിക്കുന്നതെന്നുള്ളതിൽ ഒരു ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഡോക്ടർ, അതുപോലെ ഇപ്പം കുട്ടികളിൽ പനിയുടെ ഒരു പ്രശ്നം കൂടുതലായിട്ടുണ്ട്. അപ്പം കുട്ടികളിൽ കൂടുതലും സ്കൂളിൽ പോയി കഴിയുമ്പോഴായിരിക്കും പനി കൂടുതലായിട്ട് വരുന്നത്. വൈറൽ പനി ആയിരിക്കാം. പക്ഷേ ഈ കുട്ടികൾക്ക്, നമ്മൾ സ്കൂളിൽ പോയി കഴിയുന്ന കുട്ടികൾക്ക് ഈ ടീച്ചേഴ്സ്, ഒരു കുട്ടിക്ക് പനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മറ്റു കുട്ടികളിലേക്കും പനി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പനി വന്നാൽ നമ്മൾ എത്ര ദിവസമാണ് സ്കൂളിൽ ഇപ്പോൾ വൈറൽ ഫീവർ ആണെങ്കിൽ നമ്മൾ എത്ര ദിവസം സ്കൂളിൽ വിടാതിരിക്കണം? അപ്പോൾ അതൊക്കെ പലപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും പാരൻസിന്. അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും സ്കൂൾ തുറന്ന് കഴിയുമ്പോൾ ഇതുപോലുള്ള പനികൾ, പ്രത്യേകിച്ച് മഴക്കാലത്താണ് നമുക്ക് സ്കൂൾ തുറക്കുന്നത്, പകർച്ചവ്യാധികളുടെ ഒരു സമയത്ത്. അപ്പോൾ പനിയുടെ ഒരു ചെറിയ ലക്ഷണം കണ്ടാൽ തന്നെ മാക്സിമം കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക. കാരണം ഒന്ന്, നമ്മുടെ കുഞ്ഞിന് തീർച്ചയായിട്ടും അതിന് റെസ്റ്റ് വേണം. രണ്ട്, മറ്റുള്ള കുട്ടികൾക്കും കൂടെ അത് പകർത്തി കൊടുക്കുകയാണ്. പോകുന്ന വഴിയിൽ സ്കൂൾ ബസ്സിൽ പോവുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക്, ടീച്ചർമാർക്ക് ഇതൊക്കെ പടർന്നു കൊടുക്കുക. അപ്പോൾ സ്കൂളിൽ വെച്ചാണ് ഒരു കുട്ടിക്ക് പനി അല്ലെങ്കിൽ അതിശക്തമായ തലവേദന വരുന്നു, ഛർദിൽ വരുന്നു എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മാതാപിതാക്കളെ അറിയിച്ച് ഡോക്ടറെ കാണാനുള്ള നിർദ്ദേശം കൊടുക്കുക. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ ലീവും, നമുക്ക് അവധി എന്തായാലും കുട്ടിക്ക് കൊടുക്കണം. സ്കൂളിൽ പനിയുള്ള സമയത്തും തീർച്ചയായിട്ടും വരണം എന്ന് പറയാതെ ആവശ്യത്തിനുള്ള വിശ്രമം കുട്ടിക്ക് നൽകേണ്ടതാണ്. അതുപോലെ കുട്ടികളുടെ കാര്യം പോലെ തന്നെയാണ് നമ്മുടെ മുതിർന്നവരുടെ കാര്യമാണെങ്കിലും. കാരണം ഇപ്പോൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ മിക്ക ഓഫീസുകളും AC ആയിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ നമുക്ക് കൂട്ടത്തിലിരിക്കുന്ന ഒരാൾക്കുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അറിയാറില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് രോഗങ്ങൾ പകരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ പനിയുടെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസിലോ ജോലിക്കോ പോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഇൻ കേസ് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസ്ക് ഉപയോഗിക്കുക. മാക്സിമം നമ്മൾ ഒരു അധികം നമ്മുടെ കൈകൾ ഉപയോഗിച്ചോ ഒന്നും, നമ്മളിപ്പം ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്, അതുവഴി തന്നെ നമുക്ക് പല പനികളും പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ കാര്യത്തിലും കൂടെ ഒരു ശ്രദ്ധ വേണം. പിന്നെ AC-ലിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റെസ്പിറേറ്ററി, ശ്വാസകോശപരമായിട്ടുള്ള അണുബാധകളാണ് പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത്. നമ്മൾ കോവിഡ് കാലത്തൊക്കെ അത് പറഞ്ഞതുപോലെ തന്നെ കോവിഡ് രോഗവും ഇത് പടരുന്ന പോലെ തന്നെയാണ് ഇൻഫ്ലുവൻസ രോഗങ്ങളും പടരുന്നത്, മഴക്കാലത്ത് വരുന്ന മറ്റ് ശ്വാസകോശ പനികളും പടരുന്നത്. അപ്പോൾ ആ സമയത്ത് എടുത്തതുപോലെ തന്നെ മാക്സിമം AC-ലിരിക്കാതെയും മാസ്ക് ഉപയോഗിക്കുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുക. നമുക്കിപ്പം മാഡം പറഞ്ഞ പോലെ കോവിഡിൻ്റെ സമയത്ത് ഓരോ വട്ടവും ഓരോ വർഷവും ഇതിൽ മ്യൂട്ടേഷൻ വന്നുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതിലും ഈ വ്യത്യാസം വരുന്നുണ്ടോ?
ഇൻഫ്ലുവൻസയിൽ ഓരോ വർഷവും മ്യൂട്ടേഷൻ വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വർഷത്തേക്കാണ് വാക്സിൻ എന്ന് ഞാൻ പറഞ്ഞതും. ഓരോ വർഷവും ആ വൈറസ് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓരോ വർഷവും നമ്മൾ അതിനെതിരായിട്ടുള്ള വാക്സിൻ്റെ കാര്യത്തിലും വ്യത്യാസം വരുന്നു. ഈ ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങൾക്ക് കൂടുതൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആൻറ്റിവൈറൽസ് അവൈലബിൾ ആണെങ്കിലും കൂടുതലും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ്. റെസ്റ്റ് എടുക്കുക, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക, പിന്നെ ശ്വാസം മുട്ടലുണ്ടെങ്കിൽ ബാക്കിയുള്ള മെഡിസിൻസ്. അപ്പം അതോരോ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് കൂടുതലും ട്രീറ്റ്മെൻറ്റ് വരിക. അപ്പം തീർച്ചയായിട്ടും അതിനൊരു വിശ്രമം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. സങ്കീർണതകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ടും ICUവിൽ അഡ്മിറ്റ് ആവുകയും ഒക്കെ ചെയ്യേണ്ടി വരിക. ഡോക്ടർ, അതുപോലെ ഈ നമ്മുടെ കുട്ടികളിൽ പനി വരുമ്പോൾ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള നെബുലൈസേഷനൊക്കെ വീട്ടിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈറൽ പനി, കടുത്ത ചുമ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വീട്ടിൽ വെച്ച് ഉണ്ടാകാറുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ നെബുലൈസേഷൻ കൊടുക്കുന്നത് സുരക്ഷിതമാണോ, അതോ അതൊരു ആരോഗ്യ വിദഗ്ധൻ്റെ സഹായത്തോടെ ചെയ്യുന്നതാണോ എപ്പോഴും സേഫ്? അതെങ്ങനെയാണ് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യേണ്ടത്? നെബുലൈസേഷൻ എപ്പോഴും ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ സഹായത്തോടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. പിന്നെ ചോദിക്കുന്നത് ചിലപ്പം നെബുലൈസേഷൻ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ അല്ല. ചിലപ്പം ശ്വാസകോശപരമായ അസുഖം ഉള്ളവർക്ക് ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ അതങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ അവർക്കൊരു പനിയുണ്ട്, അല്ലെങ്കിൽ സാധാരണ ഉള്ളതിനേക്കാൾ ഒരു ലക്ഷണമുണ്ട്, ശ്വാസം മുട്ടൽ കൂടുതലായിട്ട് വരുന്നു, ചുമ, കഫക്കെട്ട്, ചെറുതാണെങ്കിൽ ഒരു ശ്വാസം മുട്ടൽ, നെഞ്ചിനകത്തൊരു വിമ്മിഷ്ടം പോലെ, ഏതെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണുക. സ്വന്തമായി നെബുലൈസേഷൻ മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ, അതുപോലെ നമ്മൾ ഈ കുട്ടികൾക്ക് പനി വരുന്ന സമയത്ത് ചൂടുവെള്ളം തണുപ്പിച്ച് അത് ഉപയോഗിച്ച് ദേഹം തുടച്ചു കൊടുക്കണം എന്ന് പറയാറുണ്ട്. അതല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കുന്നവരുണ്ട്. അപ്പൊ ഇത് എത്രത്തോളം ഫലവത്താണ്? നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ശാസ്ത്രീയമായ വശം ഉണ്ടോ അതിന് പിന്നിൽ? അതോ നമ്മളിങ്ങനെ ഒരു മിത്തായിട്ട് പാരമ്പര്യം, കാരണം മുതിർന്ന ആൾക്കാരാണ് അത് കൂടുതലും പറയാറുള്ളത്. അപ്പൊ അത് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്? നമുക്ക് നമ്മുടെ ശരീരത്തിലെ താപനില കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ടെപ്പിഡ് സ്പഞ്ചിങ് എന്നുള്ളത് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്ത് ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഐസ് കോൾഡ് ആയിട്ടുള്ള തണുത്ത വെള്ളത്തിലായിരുന്നു. നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ 36-37 ഡിഗ്രിയാണ് ആ ഒരു താപനിലയിലുള്ള വെള്ളം. സാധാരണ ഒരു ചൂട് വെള്ളമല്ല, പക്ഷെ എന്നാൽ അധികം തണുത്തതല്ലാത്ത, കുഞ്ഞിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ദേഹത്ത് തണുപ്പ് അധികം അറിയാത്ത സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളം വെച്ച് ദേഹം തുടച്ചെടുക്കുന്നത് തീർച്ചയായിട്ടും അതൊരു മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, ചികിത്സാ രീതി തന്നെയാണ്. നമുക്ക് ഈ മഴക്കാലത്ത് കോമണായി കാണുന്ന ഒരു പ്രശ്നമാണ് ജലദോഷം. അപ്പോൾ ഈ ജലദോഷം വരുമ്പോൾ ഉടനെ ടാബ്ലറ്റ് കഴിക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണ്? കാരണം ജലദോഷം വരുമ്പോൾ സാധാരണയായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു ടാബ്ലറ്റ് വാങ്ങിക്കഴിക്കും. കാരണം നമുക്ക് മറ്റു പനികളെക്കാൾ ഒരുപക്ഷെ കൂടുതൽ ക്ഷീണമൊക്കെ വരുത്തുന്നതാണല്ലോ ഈ ജലദോഷപ്പനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാബ്ലറ്റ് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ടാബ്ലറ്റ് കഴിച്ച് പിറ്റേ ദിവസം തന്നെ മൂക്കൊലിപ്പ് ഉണ്ടെങ്കിൽ അത് മാറും, പെട്ടെന്ന് തന്നെ സ്വിച്ചിട്ട പോലെ മാറുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശാരീരികമായിട്ട് മറ്റെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണോ? അത് എത്രത്തോളം സുരക്ഷിതമാണ്? സൈഡ് എഫക്ട്സിനെക്കാട്ടിലും എല്ലാ പനികളും തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു ജലദോഷമോ അല്ലെങ്കിൽ ഒരു തൊണ്ടവേദനയോ അല്ലെങ്കിൽ ഒരു മൂക്കടപ്പ് പോലെയോ ആയിരിക്കാം. അത് കഴിഞ്ഞൊരു 12 മണിക്കൂർ കഴിഞ്ഞായിരിക്കും നമ്മൾ ചൂടുണ്ടെന്ന് തന്നെ അറിയുന്നത്. അപ്പം അത് ചിലപ്പം ഇൻഫ്ലുവൻസ, ഫ്ലൂവിന് അങ്ങനെ ആയിരിക്കാം, കോവിഡിനും അങ്ങനെയാണ്. അപ്പം ഏത് തരത്തിലുള്ള പനിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ വെച്ചിട്ടേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലെത്താനും അതിൻ്റെതായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പോയി അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ശീലമല്ല. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈറസ് അത് സപ്രസ് ആകുന്ന ഒരു സിറ്റുവേഷൻ, നമുക്ക് ആ ഒരു സിംറ്റം ആ സമയത്ത് കുറഞ്ഞു കിട്ടുന്നേ ഉള്ളൂ. മറ്റുള്ളവരിലേക്ക് പടർത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിനകത്തും ആ വൈറസ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരിക്കലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി നമ്മൾ സ്വയം ചികിത്സ നടത്താനായി ശ്രമിക്കരുത്. തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക. ഡോക്ടർ, അതുപോലെ ഇത്തരത്തിലുള്ള പനി വരുമ്പോൾ ഈ കുളിക്കുന്നത് പലപ്പോഴും ചിലർ പറയും പെട്ടെന്ന് ഇത്ര ദിവസം കഴിഞ്ഞ് അത് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ കഴിയുള്ളൂ, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ തണുത്ത വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണോ ബെറ്റർ, അതോ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ പനി വരുമ്പോൾ കുളിക്കരുതെന്ന് നമ്മൾ ശാസ്ത്രീയമായി ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെല്ലാവരും പനി വരുമ്പോൾ ആരും കുളിക്കാൻ ഇഷ്ടപ്പെടില്ല, അല്ലേ? നമ്മളപ്പം ആ സമയത്ത് നമ്മൾ വിശ്രമമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് കുളിക്കേണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. കുളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കുറച്ചൊരു ജോലി ചെയ്യുന്നത് പോലെയാണ്, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കാനായതുകൊണ്ടാണ് നമ്മൾ കുളി ഒഴിവാക്കാൻ പറയുന്നത്. അതിൽ ചൂടുവെള്ളവും തണുപ്പ് വെള്ളവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല.
പൊതുവേ നമ്മുടെ കംഫർട്ടബിൾ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. മാക്സിമം നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കേണ്ട എന്ന് പറയുന്നത് റെസ്റ്റ് കിട്ടാനായിട്ട് മാത്രമാണ്. പക്ഷേ എല്ലാ വൈറസ് ആണെന്നുണ്ടെങ്കിൽ വൈറസുകളെല്ലാം സോപ്പിട്ട് നമ്മൾ നന്നായി കഴുകുമ്പോഴാണ് വൈറസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതെപ്പോഴും ഒരു കോൺട്രവേഴ്ഷ്യലാണ്. നമ്മൾ ഒരിക്കലും പക്ഷേ കുളിക്കാനോ കുളിക്കാതിരിക്കാനോ നമ്മൾ പറയാറില്ല. അത് പേഷ്യൻറ്റിൻ്റെ കംഫർട്ടബിൾ അനുസരിച്ച് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡോക്ടർ, അതുപോലെ ഒരുപാട് ഏജ് ആയിട്ടുള്ളവരാണെങ്കിൽ, അതായത് കുറച്ച് അധികം പ്രായമുള്ളവരിലാണെങ്കിൽ ഈ കടുത്ത പനി വരുമ്പോൾ പലപ്പോഴും അത് പനിയായിട്ട് കാണിക്കാറില്ല, മറ്റ് പല സിംറ്റംസും ആണ് കാണിക്കാറുള്ളതെന്ന് പറയുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? അത് നമുക്ക് എങ്ങനെ ഇതൊരു പനിയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞത് ഏത് സമയത്താണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടത്? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. തീർച്ചയായിട്ടും നമുക്കൊരു 60-70 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ പനിയുടെ ലക്ഷണം, പനി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചൂടായിട്ട് ദേഹത്ത് വരണമെന്നില്ല. ചിലപ്പോൾ അത് നമ്മുടെ തലച്ചോറിനെ ആയിരിക്കും ചിലപ്പം ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ആദ്യം തന്നെ ബാധിക്കുന്നതും. അവർ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയും അമിതമായിട്ടുള്ള ഒരു മയക്കം പോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജന്നി പോലെ അപസ്മാരം പോലെയോ ഒക്കെ കാണിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സംസാരം, നമ്മളൊരു ഹൈപ്പോ ആക്റ്റീവ് ഡിലീറിയം അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ഡിലീറിയം നമ്മൾ പറയും. ചിലപ്പോൾ അങ്ങ് ഉറങ്ങി മയങ്ങി പോവുകയോ അല്ലെങ്കിൽ നേരെ തിരിച്ച് കൂടുതൽ നമ്മൾ ചിലപ്പം തിരിച്ചറിയാത്ത രീതിയിലുള്ള സംസാരം, നാക്ക് കുഴച്ചിൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരാം. ചിലപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഒത്തിരി അമിതമായ ക്ഷീണം കാരണം എണീറ്റ് നിൽക്കാനുള്ള ആവത് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലൊക്കെ വരാം. അപ്പം പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ ഗുരുതരമായ രോഗങ്ങളും കൂടെ ഉള്ളവരിൽ എന്ത് ലക്ഷണം കണ്ടാലും ഉടനെ തന്നെ ഒരു ആരോഗ്യ വിദഗ്ധനെ കാണുക. ഡോക്ടർ, അതുപോലെയാണ് ഈ ഒരു റിസ്ക് കാറ്റഗറി ആണല്ലോ ഈ പറഞ്ഞ പോലെ പ്രമേഹമുള്ളവരും അല്ലെങ്കിൽ മറ്റ് അനുബന്ധ അസുഖങ്ങളുമായിട്ട് ഒരുപാട് കാലമായിട്ട് മരുന്ന് സ്ഥിരം കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിൽ ശ്വാസ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പനി വരുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ പ്രമേഹമാണെങ്കിൽ അവരുടെ ആ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡോസിൽ അവർക്ക് പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടാം, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് എത്രത്തോളം റിസ്ക് ആണ്? നമ്മൾ ഈ പ്രമേഹ രോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രമേഹ രോഗികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ ഷുഗർ അളവ് കൂടാൻ സാധ്യതയുണ്ട് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ. അപ്പോൾ സാധാരണ കഴിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അളവിലുള്ള മരുന്നിനേക്കാളും കൂടുതൽ ഡോസിൽ എടുക്കേണ്ടി വരും. പക്ഷേ അതേസമയം തന്നെ ഈ പറയുന്ന പോലെ പനി ലക്ഷണങ്ങളൊക്കെ ഉള്ളുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ്, ഭക്ഷണത്തിൻ്റെ അളവും കുറവായിരിക്കും. അപ്പോൾ ചിലപ്പം ഷുഗർ അങ്ങ് ഒത്തിരി കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കറക്റ്റായിട്ടുള്ള ലെവലിൽ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇൻഫെക്ഷൻ, അതായത് ഈ അണുബാധ തടയുന്നതിനും അതിനെ ചികിത്സയുടെയും കൂടെ ഒരു ഭാഗമാണ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് വെക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കുന്ന മരുന്ന് അതേ അളവിൽ കഴിക്കുക, ഭക്ഷണവും അതേ അളവിൽ കഴിക്കുക. കഴിക്കാൻ പറ്റുന്നില്ലാത്തൊരു സ്റ്റേജ്, അതായത് വളരെ വയറുവേദന, വളരെ കൂടുതലായിട്ടുള്ള വയറിളക്കം, അല്ലെങ്കിൽ ഭക്ഷണം വായിലൂടെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ഛർദ്ദൽ, ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടും വൈകാതെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുക. ഡോക്ടർ, അതുപോലെയാണ് നമ്മൾ ഈ കടുത്ത പനി അല്ലെങ്കിൽ പനിയുള്ളപ്പോൾ തന്നെ നമ്മൾ സാധാരണ കഞ്ഞിയാണ് കുടിക്കാറുള്ളത്. അപ്പോൾ ഈ കഞ്ഞി കുടിക്കുമ്പം ഈ പൊതുവേ പറയും നമുക്ക് കഞ്ഞി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൈസ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കർവ് മാത്രമാണ് കിട്ടാറുള്ളതെന്ന് പറയുമല്ലോ. അപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ ഈ പനി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പനി വരുന്ന സമയത്ത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയുള്ള ഫുഡായിരിക്കും? കഞ്ഞി അല്ലാതെ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫുഡ് ആ ഒരു സമയത്ത് കഴിക്കാൻ പറ്റും? കാരണം നമ്മൾ മറ്റ് ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി അല്ലെങ്കിൽ ബ്രെഡ് മാത്രം കഴിക്കുക അല്ലെങ്കിൽ കഞ്ഞി മാത്രം കുടിക്കുക. അപ്പോൾ അത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലൊക്കെ അതെങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് ഈ വയറിളക്ക രോഗങ്ങളൊക്കെ ഉള്ളുമ്പോഴാണ് നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പറയും ബിസ്ക്കറ്റ്, ബ്രെഡ്, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുട്ടികൾ ആ സമയത്ത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കാം, കഞ്ഞി കൊടുക്കാം, കഞ്ഞി വെള്ളം കൊടുക്കാം. പിന്നെ ഈ കഞ്ഞി വെള്ളം എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരീരത്തിൽ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു അളവ് തീർച്ചയായിട്ടും വേണം ആ സമയത്ത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു മുട്ടയോ അല്ലെങ്കിൽ മാംസമോ അങ്ങനത്തെ സാധനങ്ങൾ, മീറ്റ്, മത്സ്യം, ഇതെല്ലാം ചിലപ്പോൾ ദഹിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ആവിയിൽ വെന്തിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ കഞ്ഞി പോലുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട് പറയുന്നത്. ഡോക്ടർ, ഈ സമയത്ത് നമ്മൾ മാംസാഹാരം ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? അതോ നമുക്ക് മുട്ടയൊക്കെ കഴിക്കാൻ കഴിയുമോ? അതോ നമ്മൾ മാംസാഹാരം കംപ്ലീറ്റ്ലി ആ ഒരു സമയത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന, ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളാണ് നമ്മുടെ ടൈഫോയിഡ്, ഷിഗല്ല, ഇങ്ങനെയുള്ള രോഗങ്ങൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏത് പാർട്ടിനാണോ നമുക്ക് അസുഖം, ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം നമുക്ക് അസുഖമാണെങ്കിൽ നമുക്ക് റെസ്റ്റ് തരുമല്ലോ മറ്റ് കുടുംബാംഗങ്ങൾ. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു അസുഖം ഉള്ളുമ്പം ആ സിസ്റ്റത്തിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്.
അതുകൊണ്ടാണ് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള, അതിനത്ര ബുദ്ധിമുട്ടില്ലാത്ത പെട്ടെന്ന് ദഹിക്കുന്ന എന്നാൽ നമുക്ക് എനർജിയും കിട്ടുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് വെള്ളം കുടിക്കുന്നതിലും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. കാരണം നമ്മൾ പനിയുള്ള സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ, അതോ നമ്മൾ നോർമലി കുടിക്കുന്നത് പോലെ തന്നെയാണോ? അത് തീർച്ചയായിട്ടും. കാരണം നമുക്ക് ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന അവസ്ഥയാണ് പനി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബോഡിയിലെ മെറ്റബോളിക് സിസ്റ്റം, മെറ്റബോളിക് ബേസിൽ മെറ്റബോളിക് റേറ്റും കൂടുതലായിരിക്കും. കൂടുതൽ അളവിൽ നമുക്ക് എനർജി ആവശ്യമുണ്ട്, കൂടുതൽ അളവിൽ വെള്ളവും ആവശ്യമുണ്ട്. അപ്പം സാധാരണ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം നമുക്ക് എപ്പോഴും ഈ സാധാരണ ഈ വൈറൽ പനികളുടെയൊക്കെ ഒരു സങ്കീർണതകളിലേക്ക് പോകുന്നത് നമ്മുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ ആ ജലാംശം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതെ കൂടുതൽ വെള്ളം കുടിക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭിണികൾക്ക് ഈ ആദ്യത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്ന് പറയുമല്ലോ. അപ്പോൾ ഈ ആദ്യ 3 മാസങ്ങളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പനി വന്നാലോ, അല്ലെങ്കിൽ വൈറൽ പനി ആണെങ്കിലോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ബാധിക്കണമെന്നല്ല. ആദ്യത്തെ 3 മാസത്തിലുള്ള എന്ത് പനിയാണെങ്കിലും, വൈറൽ ഫീവർ ആണെങ്കിലും അതെ, നമ്മൾ പറയുന്ന ചിക്കൻ പോക്സ് പോലുള്ള വൈറൽ ഫീവർ ഒക്കെ ആണെങ്കിലും അത് ആദ്യത്തെ 3 മാസം കുഞ്ഞിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ പനി വരുന്നുണ്ടെങ്കിൽ അത് സങ്കീർണതകളിലേക്ക് പോകാതെ നമ്മൾ ശ്രമിക്കുകയും ഉടനെ തന്നെ ഡോക്ടറെ, നമ്മളിപ്പോൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കാണിക്കുകയും ചെയ്യേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ഒരു വീട്ടിലൊരാൾക്ക് പനി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ അത് മറ്റു കുടുംബാംഗങ്ങളിലേക്ക് പടരുക എന്നുള്ളത് നമ്മൾ സർവ്വസാധാരണമായി കാണുന്നതാണ്. എല്ലാവർക്കും പനിയായി എന്ന് നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നമ്മൾ ഒരു ഫാമിലി ക്വാറന്റൈൻ എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് പടരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ആരോഗ്യശീലങ്ങളാണ് ആ സമയത്ത് പാലിക്കേണ്ടതായിട്ടുള്ളത്? തീർച്ചയായിട്ടും അസുഖബാധിതർക്ക് നമ്മൾ വിശ്രമം കൊടുക്കുക. പറ്റുമെങ്കിൽ പ്രത്യേകിച്ചൊരു ബാത്റൂമും പ്രത്യേകിച്ചൊരു റൂമും നമുക്ക് കൊടുക്കാം. പിന്നെ അവർക്ക് ഭക്ഷണ സാധനങ്ങളുമായിട്ട് ഒരു നേരിട്ട് സമ്പർക്കം, അതായത് കിച്ചണിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം എടുക്കുകയോ ചെയ്യാതെ അവർക്കായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ വ്യക്തി ശുചിത്വം, നമ്മളിപ്പം രോഗികളെ ശുശ്രൂഷിക്കേണ്ടെന്നല്ല, രോഗികളെ ഒറ്റയ്ക്ക് കിടത്തണം എന്നല്ല, അവരെ ശുശ്രൂഷിച്ചതിന് ശേഷം നമ്മുടെ കൈകൾ നന്നായിട്ട് സോപ്പിട്ട് 20 സെക്കൻഡ് കഴുകുക. നമ്മുടെ ഭക്ഷണം കഴുകുന്നതിന് മുമ്പ് അതുപോലെ തന്നെ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷവും കൈ കഴുകാനായിട്ട് സൂക്ഷിക്കുക. പിന്നെ മാസ്ക്, കയ്യുറകൾ ഇതെല്ലാം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ കേരള കണക്റ്റിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് പകർച്ചവ്യാധികളുമായി, മഴക്കാലത്തെ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നമ്മുടെ സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകി. നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ പറ്റി ഡോക്ടർ വിശദമായി നമ്മുടെ പ്രേക്ഷകരോട് കാര്യങ്ങൾ വ്യക്തമാക്കി തന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു. നമുക്ക് ഈ മഴക്കാലത്ത് ഭയമല്ല, ശരിയായ രീതിയിലുള്ള പ്രതിരോധത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ കേരള കണക്റ്റിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.